പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കാരുണ്യവും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ നാഗരിക സംഭാവനകളെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇസ്ലാം നമുക്കറിയുന്നത് പോലെ പാരമ്പര്യാർത്ഥത്തിലുള്ള ഒരു മതമല്ല, മറിച്ച് ദൈവത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ആ ജീവിതത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ച മാതൃകയെ ആധാരമാക്കിയുള്ള ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം. അതിനാൽ തന്നെ ഇസ്ലാം സ്വാഭാവികമായും ഒരു നാഗരികതയെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ നാഗരികത രൂപം കൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറ ഇബ്രാഹിമിലെ 24-25 ആയത്തുകളിൽ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വാക്യത്തെ അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. അതിനെ ഭൂമിയിൽ ആഴത്തിൽ വേരോടിയ, ശിഖരങ്ങൾ പടർന്നു നിൽക്കുന്ന, ആകാശത്തിൽ പടർന്നു നിൽക്കുന്ന ഒരു വൃക്ഷത്തോടാണ് അത് ഉദാഹരിച്ചിരിക്കുന്നത്. ആ വൃക്ഷം തൂത്തി ഉകുലഹ കുല്ലഹീനിം ബിഇദ്നി റബ്ബിഹ, അത് എല്ലാ കാലത്തും അതിൻ്റെ സദ്ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതിനാൽ മതങ്ങളെക്കുറിച്ച് നമ്മൾ സാധാരണ കരുതുന്നത് പോലെ അനുഷ്ഠാനബന്ധിതമായ ആചാരങ്ങളുടെ ഒരു സമ്മിശ്രമായല്ല ഇസ്ലാം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പകരം മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സദ്ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാടായാണ്. ഇസ്ലാമിനെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അത് അടിസ്ഥാനപരമായി തന്നെ ഒരു അർബൻ കൾച്ചറാണ് അതിലുള്ളത് എന്ന്. ഒരു നഗര കേന്ദ്രീകൃതമാണ് ഇസ്ലാം. നമ്മൾ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ, നാടുകൾ കാണാൻ പോകുമ്പോഴൊക്കെ നമ്മൾക്ക് എപ്പോഴും പള്ളികൾ കാണാൻ കഴിയുക ജനമധ്യത്തിലാണ്, നഗരമധ്യത്തിലാണ്. ആളും മനുഷ്യനും താമസമില്ലാത്ത ഏതോ വിദൂരതകളിൽ പള്ളികൾ നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം ഒരു പ്രദേശത്ത് താമസിക്കുന്ന വിശ്വാസികളായ ആളുകൾ മുഴുവൻ കൂടിച്ചേരുന്ന മനുഷ്യജീവിതത്തിൻ്റെ മധ്യത്തിൽ തന്നെയുള്ളതായിരിക്കണം പള്ളി എന്നതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച ഒരു കാഴ്ചപ്പാട്. അതിനാൽ എപ്പോഴും മനുഷ്യൻ്റെ നാഗരികത പുഷ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇസ്ലാമിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും നിർബന്ധിതമായോ വോളണ്ടറിയായോ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ഏകദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നിരിക്കെ നിങ്ങൾക്ക് മാത്രമായി അവന് കീഴ്പ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെതല്ലാത്ത മാർഗങ്ങൾ തേടാൻ എന്തുണ്ട് നിങ്ങൾക്ക് ന്യായം എന്നൊരു മനോഹര ചോദ്യം ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അതിനാൽ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ മനുഷ്യൻ്റെ പ്രകൃതിപരമായ തേട്ടങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തെ സുന്ദരവും മനോഹരവുമായ ഒരു അനുഭവമാക്കി മാറ്റാൻ ഇസ്ലാം എപ്പോഴും ശ്രമിക്കുന്നു. അതുവഴി ഇസ്ലാമിക നാഗരികത ഫോം ചെയ്യുന്നു, രൂപം കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇസ്ലാമിൽ ഒരുപാട് നിബന്ധനകളുണ്ട്, പരിധികളുണ്ട് എന്നുള്ളത് ഇസ്ലാമിൻ്റെ പരിമിതിയായാണ് പലപ്പോഴും ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കാറ്. പക്ഷേ ഇസ്ലാം മനുഷ്യജീവിതം മനോഹരമായി മുന്നോട്ട് പോകേണ്ടതിന് വെച്ചിരിക്കുന്ന ഈ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുന്ന ഒരു സൗന്ദര്യം കാണാൻ കഴിയുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഉദാഹരണത്തിന്, സംസ്കാരവുമായും മനുഷ്യജീവിതവുമായും ഏറ്റവും ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ മനുഷ്യൻ്റെ ഭക്ഷണക്രമം എന്ന് പറയുന്നത്. ആ ഭക്ഷണക്രമത്തിൽ കർക്കശമായ ചില നിയന്ത്രണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മദ്യത്തിൻ്റെ നിരോധം എന്ന് പറയുന്നത്. വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം കോണ്ടെക്സ്റ്റിൽ, ഇസ്ലാമിക് കോണ്ടെക്സ്റ്റിൽ ഒരിക്കലും കൂടിയിരുന്ന് മദ്യപിക്കുന്നത് അതിൽ വരുന്നില്ല. പല മറ്റു ജീവിത പരിസരങ്ങളിലും
ആഘോഷങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്, ഭക്ഷണക്രമത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് മദ്യം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ്. അതിനാൽ എന്ത് സംഭവിച്ചു? മുസ്ലിങ്ങൾ തങ്ങളുടെ ഈ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭക്ഷണത്തിൽ പരമാവധി സാധ്യതകൾ എന്താണ് എന്ന് അവർ പര്യവേക്ഷണം നടത്തി. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട യൂട്യൂബർമാരുടെ, വ്ളോഗർമാരുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയും, മുസ്ലിം സംസ്കാരം നിലനിൽക്കുന്നിടത്ത് വളരെ മനോഹരമായ ഭക്ഷ്യ സംസ്കാരം കൂടി, സ്വാദിഷ്ടമായ വൈവിധ്യപൂർണമായ ഭക്ഷണ സംസ്കാരം കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് സംഭവിച്ചതിൻ്റെ കാരണം തങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ആസ്വാദികരമാക്കി മാറ്റാൻ, ജീവിതത്തെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമാക്കി മാറ്റാൻ അവർ ശ്രമിച്ചു എന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിഗ്രഹാരാധന മുസ്ലിം സമൂഹത്തിന് നിഷിദ്ധമാണ്. രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ടാബു ആയി കരുതപ്പെടുന്ന, അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരക്കാനുള്ള ചോദന എന്ന് പറയുന്നത് മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ നിർവഹിക്കപ്പെടും? അത് ബിൽഡിങ്ങുകളുടെ ആർക്കിടെക്ചറുകളിലും ഖുർആനിക് കാലിഗ്രാഫിയിലും പ്രതിഫലിപ്പിച്ചുകൊണ്ട് അതിനെ വിശ്വാസത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മനോഹരമായ കലാസൃഷ്ടികൾ ബിൽഡിങ്ങുകളുടെ രൂപത്തിൽ, കാലിഗ്രാഫികളുടെ രൂപത്തിൽ ലോകത്തിന് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, പലിശ നിരോധം ഇസ്ലാമിലെ സാമ്പത്തിക ക്രമത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ്. പലിശ, പണം സ്വയം പണമായി മാറുകയില്ല എന്നുള്ളത് ദീനിൻ്റെ, മതത്തിൻ്റെ ഒരടിസ്ഥാനമായി ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ പണം കയ്യിലുള്ള ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അത് RD ആയും FD ആയും ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒന്ന് മറ്റൊന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് പണത്തെ പണമാക്കി മാറ്റാൻ കഴിയുകയില്ല. അതിനാൽ അതിനെ കച്ചവടത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള ഒരു കാര്യമാണ്. വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കച്ചവടത്തെ അത് പ്രോത്സാഹിപ്പിക്കുകയും അനുവദനീയമാക്കുകയും പലിശയെ അത് നിരോധിക്കുകയും ചെയ്തു. സ്വാഭാവികമായും മുസ്ലിങ്ങളായ ആളുകൾ കൂടുതലായി കച്ചവടത്തിൽ ഏർപ്പെടാനുള്ള ഒരു പ്രവണത കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം വിശ്വാസപരമായിട്ടുള്ള ഈ അടിസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ നിയന്ത്രണങ്ങളെ തന്നെ തങ്ങളുടെ നാഗരികതകളുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാക്കി വളർത്താനുള്ള ഒരു പ്രവണത മുസ്ലിം വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അതാണ് അതിൻ്റെ നാഗരികതയുടെയും പ്രത്യേകതകളിൽ ഒന്ന്. നന്ദി.